അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയിട്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഉറക്കമെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അന്നൊരു ഫ്രൈഡേ ആയിരുന്നേ. അങ്ങനെ ഫ്രൈഡേ വീക്കെൻഡാണല്ലോ, വീട്ടിൽ പോണ ദിവസമാണ്. പിന്നെ അതുമല്ല വേറെ എന്തോ 2-3 ദിവസം അടുപ്പിച്ചെന്തോ വെക്കേഷൻ, എന്തോ ലൈക്ക് വെക്കേഷൻ 2-3 ദിവസം അടുപ്പിച്ചെന്തോ ഹോളിഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാൻ നിൽക്കണമായിരുന്നു. അങ്ങനെ ഇതേ രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ ജലദോഷം തുമ്മലൊക്കെ പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ അമിഷടയിൽ നെബുലൈസറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ഉണ്ടെന്ന്. ഇതിനാണിത് രാവിലെ ക്ലാസ്സിൽ പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിലാണ് ഞങ്ങൾ നടന്ന് നേരെ കോളേജിലോട്ട് പോകാറ്. സാധാരണ ചില സമയത്തൊക്കെ മഹാദേവൻ ഉണ്ടാവാറുണ്ട്. മഹാദേവൻ കാറിന് വരുമ്പോൾ ഞങ്ങൾ അതിന് പോകാറുണ്ട്. ചിലപ്പോൾ സാബുചേട്ടൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കാറിന് വരുവാണെങ്കിൽ ഞങ്ങളെ പിക്ക് ചെയ്തിട്ടായിരിക്കും വരാറ്. അങ്ങനെ കോളേജിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് നേരെ ഇതിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗ് ആയിട്ട് ഞങ്ങളുടെ, അതായത് നേരത്തെ കാണിച്ചതിൻ്റെ പുറകിലാണ് ഞങ്ങളുടെ ബിൽഡിങ്. അങ്ങനെ പിന്നെ നടന്ന് ക്ഷീണിച്ച് സ്റ്റെപ്പ് കയറുന്നതാണ് കേട്ടോ ഈ കാണണേ. ഞങ്ങളുടെ ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ ക്ലാസ് റൂം വരുന്നത്. ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ ഇച്ചിരി സ്പീഡിൽ നടന്നതിന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ നേരെ കോളേജിലോട്ട് എത്താറുണ്ട്. അങ്ങനെ ഇന്നൊരു ഇച്ചിരി സ്പീഡിൽ നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കറക്റ്റ് ഒരു 3:45 ആകുമ്പോഴായിരിക്കും എത്താറ്, അതായത് ക്ലാസ് തുടങ്ങുന്ന ടൈമിൽ. അപ്പോൾ ഞങ്ങളെത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്ഥിരമായിട്ട് നേരത്തെ എത്തണ കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ബാഗിനകത്തൊരു ബിസ്ക്കറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് എന്തോ ക്ലാസ്സിൽ പോകുമ്പോൾ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചാൽ പിന്നെ മറന്നുപോയി. അങ്ങനെ പിന്നെ ബാഗ് തുറന്നപ്പോൾ ഈ ബിസ്ക്കറ്റ് കിട്ടി. അങ്ങനെ രാവിലെ ഒരു ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെ അന്നത്തെ ഒരു കോളേജിലെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട്, സാധാരണ ഞാൻ വീക്കിലി വീട്ടിലോട്ട് പോരാറുണ്ട്. ഇന്നിപ്പോൾ നന്ദയുണ്ട്, അമീഷ ഉണ്ടായിരുന്നേ. ഞാനും അതിനെയാണ് പൊതുവെ വീക്കിലി ഞാൻ പോരാൻ നേരത്ത് എൻ്റെ കൂടെ എപ്പോഴും ബസ്സിൽ ഉണ്ടാവാറ്. ഇന്നിപ്പോൾ അമീഷ നന്ദയും കൂടെ ഉണ്ട് കേട്ടോ. അവരും നാട്ടിലോട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പ് എന്തോ അല്ല, ലീവ് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് ബസ്സിൽ നിന്നിട്ട് ഇമ്പോസ്റ്റർ ഗെയിമൊക്കെ കളിക്കായിരുന്നു.